ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു യാത്ര പോയാലോ? നമ്മൾ മെൽബൺ അടുത്ത് എമറാൾഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കുള്ള കാർഡീനിയ റിസർവോയറിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്താണ് കാർഡീനിയ റിസർവോയർ സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും കുറച്ചകത്തേക്ക് കയറി സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കിലേക്കുള്ള യാത്ര അതിമനോഹരമാണ്. നമ്മുടെ ഡാമിൻ്റെ സൈഡ് വോളൊക്കെ നമുക്ക് കാണാൻ തുടങ്ങി. അപ്പം ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഗേറ്റ് രാവിലെ ഏകദേശം 9 മണി മുതൽ വൈകുന്നേരം 5-6 മണി വരെ, അതായത് അവിടെ എഴുതി വച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നോടം മുതൽ അസ്തമിക്കുന്നോടം വരെ എന്നാണ്. അപ്പം ആ ഒരു സമയത്താണ് നമുക്ക് ഈ പാർക്കിൽ വരാൻ പറ്റുന്നത്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരു ദിവസം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ എമറാൾഡ് അല്ലെങ്കിൽ ഈ കാണുന്ന കാർഡീനിയ റിസർവോയർ. നോക്കിയേ, എത്ര മനോഹരമാണെന്ന് നോക്കിയേ. എടാ, അടിപൊളിയല്ലേ നോക്കിയേ. ഇത് അത്യാവശ്യം വലിയ ഒരു ഡാം സൈറ്റാണ്. തന്നെയല്ല, ഇവിടുത്തെ ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി ഒരു പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു പാർക്കും ഈ റിസർവോയറിൻ്റെ സൈഡിൽ തന്നെയുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 കാർ പാർക്കിംഗ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ പാർക്കിംഗ് ആണ് ഈ കാണുന്നത്. അത് ഈ ഡാമിൻ്റെ വോളിനോട് ചേർന്ന് തന്നെയാണ് ഫസ്റ്റ് പാർക്കിങ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഡാമിൻ്റെ പൊക്കത്തിലൂടെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് നടക്കാൻ പറ്റും. കണ്ടോ, ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ഡാം വോളാണിത്. നല്ല ഭംഗിയാണ് അതിൻ്റെ മുകളിൽ കൂടെ, എക്സ്പെഷ്യലി ഏർലി മോർണിംഗ് അല്ലെന്നുണ്ടെങ്കിൽ സൺസെറ്റിൻ്റെ സമയത്ത് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിലൂടെ നടക്കാനൊക്കെ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് കാർ പാർക്കിങ്. നല്ല മനോഹരമായിട്ടുള്ള സീനറിയൊക്കെ കണ്ട് നമുക്ക് പാർക്ക് ചെയ്യാം. അതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് പറ്റിയൊരു ഏരിയയാണ് ഈ പറഞ്ഞ കാർഡീനിയ റിസർവോയർ. അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കങ്കാരുക്കൾ മേഞ്ഞ് നടക്കുന്ന ഒരു പാർക്കാണിത്. എക്സ്പെഷ്യലി നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പുൽപ്രദേശങ്ങളിൽ കൂടിയെല്ലാം ഇഷ്ടം പോലെ കങ്കാരുക്കൾ നമുക്ക് കാണാൻ പറ്റും. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഓസ്ട്രേലിയ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ കങ്കാരുക്കളെ യഥേഷ്ടം കാണുവാനായിട്ട് ഇവിടെയാണ് കൊണ്ടുവരുന്നത്. നല്ലൊരു എന്നാ പറയുന്നത് അനുഭവമാണ്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെയൊക്കെ പോലെ തന്നെയുള്ള വലിയൊരു വോളാണ്, ഡാം വോളാണ് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കാടുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട്. അപ്പം വളരെ സൂക്ഷിക്കണം. ചിലപ്പം ഈ കങ്കാരുക്കൾ ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ ചാടി നമുക്ക് അപകടം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു പാർക്കിങ്ങിലേക്ക് പോകാം. ഇതുണ്ടോ, ആ വാളിൻ്റെ ഒരു ഹൈറ്റ് കണ്ടോ, നല്ല ഹൈറ്റാണ്. ഇതാണ് ഇവിടുത്തെ പാർക്ക്. അവിടുത്തെ ഇപ്പം എക്സ്പെഷ്യലി ഈ ഓട്ടം സമയമായതുകൊണ്ട് അത് കണ്ടോ, മരങ്ങളുടെയൊക്കെ ഒരു കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രസം നോക്കി. നല്ല അടിപൊളി ഒരു പാർക്കാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ പാർക്കിങ്. അത് ഈ പാർക്കിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പാർക്കിലേക്ക് ഇറങ്ങി അവിടെ ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള ബെഞ്ചും കാര്യങ്ങളും ഡെസ്കും എല്ലാം ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു പാർക്കും ഉണ്ട്. അപ്പം നമുക്ക് ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയോ അല്ലെന്നുണ്ടെങ്കിൽ ബാർബിക്യൂ ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ഷെഡും, ഇപ്പം മഴയാണെങ്കിൽ പോലും ഷെഡും കാര്യങ്ങളും എല്ലാം ഇവിടെ താഴെ ഇങ്ങനെയുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് പാർക്കിങ്.
ഇനി നമുക്ക് മുകളിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം. അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ പാർക്കിംഗ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ പാർക്കിങ്. അതായത് നമ്മൾ അങ്ങേ സൈഡിൽ കണ്ട ആ ഡാം വാളക്കൂടെ നടക്കാമെന്ന് പറഞ്ഞ ആ നടപ്പ് ഇവിടെയാണ് വന്ന് എത്തുന്നത്. ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1.5-2 കിലോമീറ്റർ നടപ്പ് ഈ സൈഡിലേക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ വന്ന് ഇവിടെയാണ് അതിൻ്റെ ലാസ്റ്റ്. അപ്പം ഇവിടെ നമുക്ക് ഒന്നിലെ ഈ സൈഡ് വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് നടക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങേ സൈഡ് വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് നടക്കാം. അപ്പോൾ ഇവിടം വരെയാണ്. ഇനിയിപ്പം അങ്ങോട്ട് അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആ ഒരു സൈഡിലേക്കാണ് പരന്ന് കിടക്കുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ പാർക്കിങ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പോൾ കർഡീനിയ ഡാമും ഈ പാർക്കും ഒക്കെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമറാൾഡ് ലേക്കിലേക്കാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.